സഹോദര സഹോദരിമാർ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നമ്മുടെ മക്കളെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആദരവായ പ്രവാചകരോടുള്ള മഹബത്ത് നൽകിയിട്ടില്ല എങ്കിൽ മക്കള് പിഴച്ചു പോകുന്ന ഘട്ടമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന് വരെ ഒരാളെ പോലും ചീത്ത വിളിക്കാത്ത, ഒരാളോടും അപവാദ പ്രചരണം പറയാത്ത, ഒരാളെ കുറിച്ചും ഫന പറയാത്ത, ഒരു ഫസാദ് ഏർപ്പെടാത്ത, ഒരു ഗീബത്തും പറയാത്ത, ഒരു ഏഷണിയും പറയാത്ത, ഒരു ഭീഷണിയും മുഴക്കാത്ത, അനാവശ്യമായ സംസാരങ്ങൾ നടത്താത്ത, കള്ളം പറയുക പോയിട്ട് കള്ളം ചിന്തിക്കുക പോലും ചെയ്യാത്തതാകുന്ന മുത്തുനബി അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവിലൂടെ 10 പേരെ ശപിച്ചുവത്രേ. 10 പേരെ ശപിച്ചുവത്രേ. മദ്യം വാറ്റുന്നവനെ അല്ലാഹുവിന്റെ റസൂൽ ശപിക്കുകയാണ്. കള്ള് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവനെ, അത് വാറ്റുന്നതായ വ്യക്തിയെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാ. അത് വാറ്റാൻ വേണ്ടി നിയോഗിച്ചവൻ പറഞ്ഞവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാ. ഈ കള്ള് വഹിച്ചുകൊണ്ട് നടക്കുന്നതായ ഡ്രൈവർമാരില്ലയോ, ബാർ ഹോട്ടലുകൾ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരില്ലേ, ഉസ്താദേ ഇന്ന് വരെ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല, ഞാൻ വണ്ടി ഓടിക്കുന്ന ജോലി മാത്രമാണ് ചെയ്തിട്ടുള്ളത്, കള്ളിന്റെ സാധനം കൊണ്ടുവരലല്ലേ പണി. അല്ലാഹുവിന്റെ റസൂല് നിന്നെ ശപിച്ച വിവരം അറിയാതെ പോകരുതേ. വൽ മഹ്മൂലത ഇലൈ, ആർക്ക് വേണ്ടിയാണോ ഇത് ചുമന്നുകൊണ്ട് പോകുന്നത് അവനെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. ഈ കള്ളു കുടിക്കുന്നവനെയും റസൂലുള്ളാഹി ശപിക്കുകയാണ്. ബാർ ഹോട്ടലുകളിലും ഷാപ്പുകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരില്ലേ, കള്ളു ഒഴിച്ചു കൊടുക്കുന്ന സഹോദരങ്ങളില്ലേ, ഇന്ന് വരെ കുടിച്ചിട്ടില്ല ഉസ്താദേ, 15,000-നും 20,000-നും ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, കള്ളു ഒഴിച്ചു കൊടുത്തിട്ടേയുള്ളൂ, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയരുതേ. നിന്റെ ഒഴിച്ചു കൊടുക്കുന്ന തൊഴിൽ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നില്ല. അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. അത് വിൽപ്പന നടത്തുന്നവനായ അഥവാ കച്ചവടക്കാരനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാ. അത് വിറ്റിട്ട് അതിന്റെ പൈസ കഴിക്കുന്നവനെയും അതുകൊണ്ട് ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് മക്കളെ തീറ്റിപ്പോറ്റുന്നവരെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചുവത്രേ. ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരില്ലേ, സഹോദരങ്ങളില്ലേ, ദമ്പതിമാർ നമുക്കിടയിലില്ലേ. നഊദു ബില്ലാഹ്. എറണാകുളം ജില്ലയിൽ ഈ അടുത്തിടെ തന്നെ കണ്ണൂരിൽ നിന്ന് വന്ന മുസ്ലിം ദമ്പതിമാരെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയാണ്. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ബിസിനസ് ചെയ്യാൻ വന്നവരാണ്. നാട്ടിലുള്ളതാകുന്ന പട്ടിണി പാവങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ വന്നവരല്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് വസ്ത്രം നൽകാൻ വന്നവരല്ല. മറിച്ച് മാരകമാകുന്ന രോഗത്തിന് അടിമപ്പെടുന്ന ക്യാൻസർ വരുത്തുന്നതായ ലഹരി ഉൽപ്പന്നങ്ങൾ സമൂഹത്തിൽ കച്ചവടം ചെയ്ത് കുറഞ്ഞ രീതിയിൽ കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്ന് വലിയ ലാഭമുണ്ടാക്കി കഴിക്കാൻ വന്നവരാ. അല്ലാഹുവിന്റെ റസൂല് ശപിച്ച വിവരം അറിയാതെ പോകരുതേ. തീർന്നില്ല. വൽ മുസ്തരിയ ലഹാ, അത് വാങ്ങുന്നതായ വ്യക്തിയെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുകയാണ്. എനിക്ക് കോട്ട കിട്ടിയതാണ്, ഞാനത് കൊണ്ടുവന്ന് കൊടുത്തേയുള്ളൂ, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് നീ പറയരുതേ. കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും എന്ന് വേണ്ട ആഘോഷങ്ങൾ വളർന്നു വരുമ്പോ, വാപ്പ മരിക്കുമ്പോ, ഉമ്മ മരിക്കുമ്പോ, ജനങ്ങളുടെ മരണത്തിന്റെ പേരിലും
അവരുടെ വേർപാടിന്റെ പേരിലും നൊമ്പരപ്പെട്ടുകൊണ്ട് കൂട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നവരെ, നിന്റെ വാങ്ങിക്കൊടുക്കൽ തന്നെ റസൂലുള്ള ശപിച്ചു എന്ന് അറിയാതെ പോകരുതേ, പോകരുതേ. വൽ മുസ്തറാത ലഹു, ആർക്ക് വേണ്ടിയാണോ ഈ സാധനത്തെ വാങ്ങിച്ചത് അവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആദരവായ പ്രവാചകനെ ശപിച്ചാൽ ഈ പരിശുദ്ധ റബീഉൽ അവൽ മാസത്തിൽ വെച്ചുകൊണ്ട് പുനരൂരുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അറിയാതെ പോകരുതേ, പോകരുതേ. അവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. മലായികത്തുകൾ ആമീൻ പറഞ്ഞ വിഭാഗമാണ്. റസൂലുള്ള ശപിച്ചാൽ അതിന് ആമീൻ ലോകത്തുള്ള സർവ്വ മലായികത്തുകൾ പറയില്ലേ, പറയില്ലേ. സർവ്വ ഔലിയാക്കളും സർവ്വ അമ്പിയാക്കളും സർവ്വ മുഅ്മിനീങ്ങളും സാലിഹീങ്ങളും അവർക്കെതിരിൽ പ്രാർത്ഥിക്കുകയില്ലേ. അതുകൊണ്ട് നിസ്സാരമല്ല, ഒഴിവാക്ക്. നിസ്സാരമല്ല ലഹരി ഉപയോഗം, പരിപൂർണമായി ഒഴിവാക്ക്. വാപ്പ ഇങ്ങനെ കാജാബീഡിയും സാധനങ്ങളും ഒക്കെ വലിച്ച് തുരുട്ട് ഐറ്റമൊക്കെ വലിച്ചിട്ട് മക്കളെ പിഴപ്പിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉസ്താദ് പറയുന്നുണ്ട്, ഈ പുകയില ഉണ്ടായത് എവിടുന്നറിയോ? അതിന്റെ ആവിർഭാവം തുടക്കം എവിടെയാണ്? പിശാച് മൂത്രമൊഴിച്ച സ്ഥലത്താണ് ഇത് കിളുത്തത് ആദ്യം. അതാണ് ഇങ്ങനെ ചുരുട്ടാക്കിയിട്ട് വലിച്ചു വിടുക രാജ്യം. എന്നിട്ട് പറയാ ഒന്നുകൂടെ കൊണ്ടുവന്ന് എന്താ എന്താ ഒരു ബഫും കൂടെ എടുക്കട്ടെ. എന്നിട്ട് വലിച്ച് തലയെ കയറ്റിയുള്ള പുകയെല്ലാം അവിടെ കയറി കഴിയുമ്പോൾ അപ്പം പറയാം ഇപ്പം നല്ല രസം. ഇപ്പം പുനലൂർ ഒരു പള്ളിയൊക്കെ ഓർമ്മയുണ്ട്, പാലാപ്പള്ളി, തിരുപ്പള്ളി. അതാ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. ഇവന് ഭയങ്കര ചിരിയല്ലോ, ഇവൻ അതിൻ്റെ ആളാന്ന് തോന്നാണ്. ഇതാണ് അവസ്ഥ. ഇതല്ലേ സമൂഹത്തിന്. എന്താ കാര്യം? ഇതെല്ലാം കിക്കായിരിക്കുക. എന്താ തലയെ കയറിയിരിക്കുന്നത്? പിശാചിന്റെ മൂത്രമാണ്. അതുകൊണ്ടാണ് ഇവരെന്ത് നല്ല റാഹത്തായിട്ട് കയറിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാരണം ഇത് എവിടുന്നാ ഇത് ഉണ്ടായത്? പിശാച് മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാണ് ഇത് കിളുത്തു വന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലോകം മുഴുവൻ അങ്ങനെയായി പോയി. വാപ്പ വലിച്ചു വിടുന്നതാകുന്ന ഈ പുക പുറത്തേക്ക് വിടുമ്പോ 2 വയസ്സും 1.5 വയസ്സും 5 വയസ്സുള്ള മക്കളൊക്കെ വീട്ടിൽ വാപ്പാടെ അടുത്ത് വന്നിരിപ്പുണ്ട്, തോളത്തേരിന് കളിക്കുന്നുണ്ട്. ഈ പുറത്തേക്ക് വിടുന്ന പുക ശ്വസിച്ചിട്ട് മാരകമാകുന്ന ക്യാൻസർ പിടിക്കുന്നത് പ്രിയപ്പെട്ട മക്കൾക്കാണെന്ന് അറിയാതെ പോകരുത്.